ജനനായകൻ്റെ റിലീസ് പിന്നെയും മാറ്റി എന്നാണ് കേൾക്കുന്നത്. ജനനായകൻ വരാൻ വേണ്ടി കാത്തിരുന്ന് കണ്ണ് കഴച്ചു എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. ഒരു ഗംഭീര ട്രെയിലറാണ് അവർ പുറത്തിറക്കി വിട്ടിട്ടുള്ളത്. ട്രെയിലർ കണ്ടപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഭഗവത് കേസരിയുടെ റീമേക്ക് ആണെന്ന്. ട്രെയിലർ കാണുന്ന ഭഗവത് കേസരി കണ്ടിട്ടുള്ള ഏതൊരാൾക്കും ഇത് മനസ്സിലാവും. ഭഗവത് കേസരിയിലെ മെയിൻ ഒരുപാട് സീക്വൻസുകൾ അതുപോലെ പ്രത്യേകിച്ച് ശ്രീലീലയുടെ മുഖത്തുണ്ടാകുന്ന മുറിവ് പോലും മമിതയുടെ മുഖത്ത് കൃത്യമായി കൊടുത്ത് ശ്രീലീല വീഴുന്നത് പോലെ തന്നെ മമിത വീഴുന്നു, വിജയ് നോക്കുന്നു, നിൽക്കുന്നു, ഡയലോഗ് അടിക്കുന്നു, ഇങ്ങനെയുള്ള കുറേ സീക്വൻസുകളുണ്ട്. അപ്പോൾ ആർക്കായാലും മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ഒരു മൂലകഥ എന്ന് പറയുന്നത് ഭഗവത് കേസരിയിൽ നിന്ന് എടുത്തതാണെന്ന്. പക്ഷേ അതിൽ കുറേ വേരിയേഷൻസ് അവർ വരുത്തിയിട്ടുണ്ടെന്നാണ് ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നത്. മെയിൻ വില്ലൻ അർജുൻ രാംപാലാണ് ഭഗവത് കേസരിയിൽ ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത് ബോബി ഡിയോളായിട്ട് മാറുന്നുണ്ട്. പുള്ളിക്ക് കുറച്ചുകൂടി ഫൈറ്റ് സീക്വൻസുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ഈ അടിയിടി വെടിവെപ്പ് പരിപാടികൾ എന്നൊക്കെ പറയുന്നത് ഭഗവത് കേസരിയിൽ പുള്ളി നേരിട്ട് ഇറങ്ങിച്ചെന്ന് അടിക്കുക എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ ആണെങ്കിൽ ഇവിടെ കുറേ ഡ്രോണും പരിപാടിയും ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ്സും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ രാജ്യത്തിന് ഭീഷണിയാവുന്ന കാര്യം അതിനെതിരെ പ്രതികരിക്കാൻ ഇറങ്ങുന്ന വിജയണ്ണനെയാണ് നമ്മൾ കാണുന്നത്. ഗ്രാമങ്ങളെ രക്ഷിച്ചു, സംസ്ഥാനങ്ങളെ രക്ഷിച്ചു, സ്കൂളും കോളേജും ഒക്കെ രക്ഷിച്ചു, മനുഷ്യരുടെ ആരോഗ്യം രക്ഷിച്ചു. ഇനിയിപ്പോൾ രാജ്യത്തിനെ രക്ഷിക്കുക എന്നുള്ളതാണ് വിജയണ്ണൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പടവായിട്ടാണ് ഈ സിനിമയെ അദ്ദേഹം കാണുന്നതെന്ന് ഞാനും വിചാരിക്കുന്നു. അത് വിജയകരമായി പൂർത്തിയാവട്ടെ, സിനിമ പുറത്തിറങ്ങുകയും വലിയൊരു വിജയമാവുകയും ചെയ്യട്ടെ എന്നുള്ള ആശംസയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് വന്നില്ലല്ലോ. കാത്തിരുന്ന് വിഷമിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഭഗവത് കേസരി അങ്ങോട്ട് കാണാം. ഭഗവത് കേസരിയിൽ ബാലയ്യനെ കാണുമ്പോൾ വിജയണ്ണനെ വെച്ചിട്ട് സങ്കല്പിക്കാം, ശ്രീലീലയെ കാണുമ്പോൾ മമിതയാണെന്ന് വെച്ച് സങ്കല്പിക്കാം, കാജലിനെ കാണുമ്പോൾ പൂജ ഹെഗ്ഡെയാണ് ഈ ചെയ്യുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മിസ്സിങ് ഫാക്ടർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഭഗവത് കേസരി കാണാൻ തീരുമാനിച്ചു. ആ കണ്ട കാഴ്ചയും പിന്നെ ചില കമ്പാരിസൺസ്, എൻ്റെ ചില തോന്നലുകൾ, ഇതൊക്കെയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. സെൻസർ ബോർഡ് ഓരോരോ കമ്മിറ്റി വെച്ചിട്ട് സിനിമ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്വർണം വിൽക്കാൻ ചെല്ലുന്ന അല്ലെങ്കിൽ പണയം വെക്കാൻ ചെല്ലുന്ന സമയത്ത് അവർ കല്ലിലിട്ട് ഒരയ്ക്കും. ഒരച്ചൊരച്ച് ചില ഒരയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഒരച്ചൊരച്ച് സ്വർണം തീർക്കാതിടുമെന്ന് എന്ന് പറയുന്നത് പോലെ ഇവർ സിനിമ അരഞ്ഞു തീരുമോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നൊരവസ്ഥയിലാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ റിലീസ് സംഭവിക്കട്ടെ. സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഹൈക്കോടതിയിലെ ജഡ്ജി. അദ്ദേഹം മുംബൈയിലെ ഒരു ചേരിയിൽ ഒരു ഒറ്റമുറി വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഫുൾ ഫാമിലിയായിട്ട് ഒന്ന് ഒളിച്ചിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു കേസിൽ വിധി എഴുതാനുണ്ട്. ആ വിധി എഴുതി കഴിഞ്ഞാൽ, സത്യസന്ധമായിട്ട് എഴുതി കഴിഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് വേദനിക്കും. അപ്പോൾ ആ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയെ തൊട്ട് കളിക്കും എന്നുള്ളത് കൊണ്ട് ഫാമിലിയുമായി അദ്ദേഹം മുംബൈയിൽ ഒരു ചേരിക്കകത്ത് വന്ന് ഒറ്റമുറിയിൽ എന്ന് വെച്ചാൽ എല്ലാവരും വട്ടത്തിലങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ മുറിക്കകത്ത് സ്ഥലം തീർന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ തേടി വരുന്ന ഒരു ബിസിനസ്സുകാരനുണ്ട്. ആ ബിസിനസ്സുകാരൻ ഈ കുടുംബത്തിൻ്റെ പേടി തൽക്കാലത്തേക്കൊന്ന് മാറാൻ വേണ്ടിയിട്ട് കഥ പറഞ്ഞു കൊടുക്കുന്നു. കാടിൻ്റെ മകൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടാണ് ഈ കഥ പറയുന്നത്. അതാണ് ഭഗവത് കേസരിയുടെ കഥ. ഈ കഥ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് ഭഗവത് കേസരിയെ നേരിട്ട് ദർശിക്കാനുള്ള ഒരു അവസരം സിദ്ധിച്ചിട്ടുണ്ട്. അത് ഈ സിനിമയിൽ നമ്മൾ കാണുന്നുമുണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കുന്നേ, ഈ ജനനായകനിലേക്ക് വരുമ്പോൾ വിജയണ്ണൻ കാടിൻ്റെ മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഗുമ്മില്ല. മിനിമം ഒരു ഗ്രാമത്തിൻ്റെയെങ്കിലും മകനായിട്ട് വരണമല്ലോ. പുള്ളി ഈ സംസ്ഥാനങ്ങളെയൊക്കെ രക്ഷിച്ച് രാജ്യത്തിനെയൊക്കെ രക്ഷിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയ സ്ഥിതിക്ക് ഇതെങ്ങനെയായിരിക്കും സംഭവിക്കുക എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. എന്തായാലും കാടിൻ്റെ മകനുള്ള സാധ്യതയില്ല. പിന്നെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വിജയണ്ണൻ അങ്ങോട്ടേക്ക് വരികയാണ്. ജോലിയുടെ ഭാഗമായിട്ട് അവിടെ വന്ന് അവിടെ സെറ്റിലാവുന്ന അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യതയും കൂടി ഉണ്ട്. പിന്നെ വിജയണ്ണൻ ഒരു പേരുണ്ടാവാനുള്ളൊരു സാധ്യത, പുള്ളിക്കാരി മരിക്കാനുള്ളൊരു സാധ്യത, ഇതിനെ നമുക്ക് മുന്നിൽ കാണാം കേട്ടോ. എനിവേ ലെറ്റ്സ് കം ബാക്ക് ടു ഭഗവത് കേസരി. ഇനിയാണ് ഭഗവത് കേസരിയുടെ ഇൻട്രോ, നമ്മുടെ ബാലയ്യയുടെ ഇൻട്രോ വരുന്നത്. ബാലയ്യ ജയിലിൽ കിടക്കുകയാണ്. ജയിലിൽ ഒരു വലിയ ബിസിനസ്സുകാരനെ കൊല്ലാൻ വേണ്ടി കുറച്ച് കൊട്ടേഷൻ ടീം അംഗങ്ങൾ ജയിലിനകത്തേക്ക് കടന്നിട്ടുണ്ട്. ജയിൽ സൂപ്രണ്ട് ആണെങ്കിൽ അവിടെ ഇല്ല. ജയിൽ സൂപ്രണ്ട് ആക്ച്വലി ഒരു നായകൻ്റെ ലെവലിലേക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ആളാണ്. പക്ഷേ പുള്ളി അവിടെ ഇല്ല. മോളുമായിട്ട് പുള്ളി അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ബാലയ്യ ആ ബിസിനസ്സുകാരനെ ഈ ഗുണ്ടകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഗുണ്ടകളെ മുഴുവൻ എടുത്തിട്ടിരിക്കും. അതൊരു ബക്കറ്റ് സോങ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് ട്രോളന്മാർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു അപ്പൂപ്പൻ്റെ ബക്കറ്റിലെ വെള്ളം അത് തട്ടിമാറ്റുന്ന ഗുണ്ടകൾ, ആ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കണം എന്നാവശ്യപ്പെടുന്ന ഭഗവത് കേസരി അണ്ണൻ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഇടിയൊക്കെ ഉണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഈ സീൻ വിജയണ്ണൻ അടിപൊളിയായിരിക്കും. കാരണം പ്രായമായ ആള് അയ്യാക്ക് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡയലോഗ് അടിക്കുക, പഴയ പാട്ടൊക്കെ പാടി ചാരിയിരിക്കുക എന്ന് പറയുന്നത് അത് വിജയണ്ണൻ്റെ ഒരു സ്റ്റൈലിനും സ്വാഗിനും ഒക്കെ അടിപൊളിയാണ്. എന്തായാലും ഈ ഗുണ്ടകളെ മുഴുവൻ ബാലയ്യ എടുത്തിട്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ജയിലറും അദ്ദേഹത്തിൻ്റെ മകളും കൂടി ഈ ജയിലിലേക്ക് വരുന്നത്. ഈ ജയിലർ എന്തിനാണ് ഇത്രയും ക്രിമിനൽസ് ഉള്ള തൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ ഇച്ചിരി ഇല്ലാത്ത കൊച്ചിനെയും കൊണ്ട് പോകുന്നതെന്ന് നമുക്ക് സംശയം തോന്നും. എന്തായാലും ഇടിയൊക്കെ കണ്ടു കഴിയുമ്പോൾ ബാലയ്യയുടെ ഫയലെടുത്ത് ജയിലർ പഠിക്കും. ഇവൻ ഭയങ്കര സംഭവമാണല്ലോ എന്നൊക്കെ കരുതി ബാലയ്യെ പുള്ളി അങ്ങ് സപ്പോർട്ട് ചെയ്യുകയാണ്. ഇതിനിടയ്ക്ക് ബാലയ്യയുടെ അമ്മ കാട്ടിൻ്റെ ഉള്ളിൽ മരിക്കാൻ കിടക്കുകയാണ്. അവിടെ ഒരു ഗ്രാമമുണ്ട്, അവിടെ പുള്ളിക്കാരി മരിക്കാൻ കിടക്കുകയാണ്. മോനെ കണ്ടിട്ടേ മരിക്കുള്ളൂ എന്ന് പറയും. ഇത് കേട്ട് ആ ഗ്രാമവാസികളെല്ലാവരും കൂടി നേരെ ജയിലറിൻ്റെ അടുത്ത് വന്ന് പറയും, പുള്ളിയെ ഒന്ന് വിടണം, പുള്ളിയെ കണ്ടിട്ട് വേണം പുള്ളിയുടെ അമ്മയ്ക്ക് മരിക്കാൻ, എന്നാൽ നമുക്ക് ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞ് ജയിലർ ബാലയ്യെ കൊണ്ട് അങ്ങോട്ട് ചെല്ലും.
ചെല്ലുന്നു, അമ്മയെ കാണിക്കുന്നു, അമ്മ അപ്പം തന്നെ സ്പോട്ട് ഡെഡ് ആവുന്നു. അതും വിജയണ്ണൻ അടിപൊളിയായിട്ട് ചെയ്യും. ഈ തായ് പാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് അണ്ണൻ്റെ ഒരു ഏരിയയാണ്. കരഞ്ഞ് ആ കൈയൊക്കെ വിറപ്പിച്ചിട്ട് അത് അടിപൊളിയായിട്ട് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. ഞാൻ ശരിക്കും ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, ജനനായകൻ കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ തന്നെയായിരുന്നു. എന്തായാലും ജയിലർ റൂൾസിന് എതിരായിട്ടാണ് ഇദ്ദേഹത്തിനെ നാട്ടിൽ കൊണ്ടുപോയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ജയിലർക്ക് കുറച്ച് നാളത്തേക്ക് സസ്പെൻഷനും പരിപാടിയൊക്കെ കിട്ടും. അതിൻ്റെ കൂടെ ബാലയ്യ പെട്ടെന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹം നീക്കിയിട്ടുണ്ടായിരുന്നു. ബാലയ്യ ജയിലിൽ നിന്ന് റിലീസായി നേരെ പോലീസുകാരനെ പോയി കാണുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മകൾ മാത്രമാണുള്ളത്, ഭാര്യയില്ല. അപ്പോൾ ജയിലറിൻ്റെ മോള് ചോദിക്കും, നിങ്ങളുടെ അമ്മ മരിച്ചു പോയല്ലേ? അപ്പോൾ ബാലയ്യ മരിച്ചു പോയി എന്ന് പറയുമ്പോൾ ആ കുട്ടി പറയും, സാരമില്ല, ഇനി ഞാനാണ് നിങ്ങളുടെ അമ്മ എന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ ബാലയ്യക്ക് തായ്പാസം അങ്ങ് വർക്ക് ചെയ്യാണ്. അതും വിജയണ്ണം പൊളിക്കും. എന്തായാലും ജയിലിൽ നിന്ന് റിലീസായി ജയിലറെ കാണാൻ ചെല്ലുന്ന ബാലയ്യ എന്ന് പറയുന്നത്, അത് നമ്മൾ കാണുമ്പോഴേ നമുക്കറിയാം ജയിലർ ഇപ്പം തട്ടിപ്പോവുക എന്നുള്ളത്. യെസ് ഗൈസ്, ജയിലർ തട്ടിപ്പോവുകയാണ്. പിന്നെ ആ കുട്ടിയുടെ ഉത്തരവാദിത്തം മുഴുവൻ ബാലയ്യ ഏറ്റെടുക്കുകയാണ്. ഈ കുട്ടിയെ ഒരു പട്ടാളക്കാരി ആക്കണം എന്നുള്ളതായിരുന്നു ഈ ജയിലറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം പുള്ളിയുടെ വൈഫിന് പട്ടാളക്കാരി ആവണമെന്നായിരുന്നു ആഗ്രഹം. അത് നടന്നിട്ടില്ല. അതുകൊണ്ട് മകളെ പട്ടാളക്കാരി ആക്കണം. അങ്ങനെ ഈ കുട്ടിയുടെ അച്ചത്വം ഇദ്ദേഹം, അച്ഛൻ്റെ ഡ്യൂട്ടിയൊക്കെ ഇദ്ദേഹം തന്നെ ഏറ്റെടുത്തിട്ട് ഈ കുട്ടിയെ പട്ടാളക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുകയാണ്. പെൺകുട്ടികളൊക്കെ സിംഹിണികളാകണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്. സിംഗപ്പെണ്ണെ, നമ്മുടെ അണ്ണൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ അതും വിജയണ്ണൻ തകർക്കും. മാത്രമല്ല കുട്ടികളുമായിട്ടുള്ള വിജയണ്ണൻ്റെ ഒരു കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ആ തെരിയൊക്കെ കാണുന്നത് എന്ത് രസമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ സീക്വൻസുകളും പിന്നെ ഒരു പാസം പാട്ടൊക്കെ ഉണ്ട്, അതൊക്കെ വിജയണ്ണൻ പൊളിക്കും കേട്ടോ. എന്തായാലും ഈ കുട്ടി വളർന്ന് വലുതായി, പ്രായപൂർത്തിയായി. പക്ഷേ ബാലയ്യകാരും ആഗ്രഹിക്കുന്നത് പോലെ കുട്ടിക്ക് പട്ടാളത്തിലൊന്നും ചേരണമെന്നില്ല. ഒരു പ്രേമം കൊണ്ട് കല്യാണം കഴിക്കണം, അങ്ങനെ സമാധാനമായിട്ട് ജീവിക്കണമെന്നാണ്. മാത്രമല്ല കുട്ടിക്കാണെങ്കിൽ ഒരുപാട് ഫോബിയ. ആരെങ്കിലുമൊക്കെ ഡി എന്ന് വിളിച്ചാൽ പുള്ളി ചിലപ്പോൾ ഞെട്ടും. കാരണം അച്ഛൻ്റെ മരണവാർത്ത പെട്ടെന്ന് അറിഞ്ഞതിൻ്റെ ഒരു ഷോക്ക് ചെയ്യുന്നുണ്ടായതാണ്. പിന്നെ ഒരുപാട് ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ട്. ഇതിനിടയിൽ ഈ പ്രായപൂർത്തിയായ കുട്ടിയുടെ കൂട്ടുകാരിയുടെ മാമിയുണ്ട്. ബാലയ്യയുടെ സിനിമയിൽ നമ്മൾ കാണുന്നത് കാജൽ അഗർവാളിനെയാണ്. കാർത്യായനി എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. അത് സ്റ്റൈലായിട്ട് ചുരുക്കി കാച്ചി എന്നാക്കിയിട്ടുണ്ട്. കാർത്യായനി ആയിരുന്നു കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും കാർത്യായനി അമ്മയ്ക്ക് ബാലയ്യയോട് വല്ലാത്തൊരു സ്നേഹം തോന്നാണ്. ബാലയ്യ ആണെങ്കിൽ ഇതൊന്നും മനസ്സിലാവാത്ത പോലെ കറങ്ങി നടക്കുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കോമഡി സീക്വൻസുകളൊക്കെ ഉണ്ട്. അത് വിജയണ്ണൻ തകർക്കും. ഈ സിനിമയിൽ അത് പൂജ ഹെഗ്ഡെയാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മറ്റു പല അഭിനേത്രിമാരെയും പോലെ എക്സ്പ്രഷൻസ് പൂജയ്ക്ക് വെച്ച പോലെ ഒരു കാര്യമല്ല പൂജ ഹെഗ്ഡെ. ആവശ്യത്തിന് ഭാവങ്ങളൊക്കെ മുഖത്ത് വരും. കാജൽ അഗർവാൾ എക്സ്പ്രഷൻ ഇട്ട് മരിച്ചിട്ടുണ്ട്. പൂജ കട്ടയ്ക്ക് മത്സരിക്കും എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ബാലയ്യയുടെ സിനിമയിൽ ശ്രീലീല അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രത്തിനെ മമിത ബൈജു അവതരിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. രസവും. സൈക്കോളജിസ്റ്റ് കാർത്യായനി എന്ന് പറയുന്നത് ഭഗവത് കേസരിയിൽ ഒരു കോമഡി ക്യാരക്ടർ ആണെങ്കിലും പൂജ ഹെഗ്ഡെ ചെയ്യുന്നത് എന്തായാലും ആ സൈക്കോളജിസ്റ്റ് ക്യാരക്ടറാണെന്ന് തോന്നുന്നില്ല. ഒരു സയൻറ്റിസ്റ്റ് ലെവലിലോ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിയും ബോധമൊക്കെ ഉള്ള ഒരു കഥാപാത്രമായിട്ടാണ് നമുക്ക് ട്രെയിലറിൽ പൂജ ഹെഗ്ഡെനെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അവർ വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ചൊക്കെ വളരെ ബോധവതിയായിട്ടുള്ള ഒരാളാണ്. ചുമ്മാ വില്ലൻ്റെ അടുത്ത് പോയി കണസ ഡയലോഗ് അടിച്ചിട്ട് ഇറങ്ങിപ്പോരുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല. കുറച്ചും കൂടി വിവരവും ബോധമൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ അവെയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ഫീലുണ്ട്. ചിലപ്പോൾ പറയാൻ പറ്റില്ല, വിജയണ്ണൻ്റെ പാസ്റ്റ് കഥയിൽ മരിച്ചു പോകുന്ന ഹീറോയിൻ ആവാനുള്ള സാധ്യതയും ഉണ്ട്. ഇതിനിടയിൽ പാരലായിട്ട് നാട്ടിൽ പല പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു വലിയ കോടീശ്വരനായിട്ടുള്ള പ്രശ്നക്കാരനുണ്ട്. രാഹുൽ സംഘ്വി എന്നാണ് വില്ലൻ്റെ പേര്. ഈ വില്ലനും ഭഗവത് കേസരിയും തമ്മിൽ ഒരു പാസ്റ്റ് ഉണ്ട്. ഭഗവത് കേസരി പണ്ട് ഒരു കാട്ടിൽ ജോലിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത്, കാടൊക്കെ ഉള്ളൊരു ഏരിയയാണ്, അവിടുത്തെ പോലീസുകാരനായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള മറ്റു ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ച ആളുകളെയൊക്കെ ഇദ്ദേഹം ആക്രമിക്കുന്നു. ഇദ്ദേഹം ആക്രമിച്ചത് സംഘ്വി എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ്റെ ഗുണ്ടകളൊക്കെ ആയിരുന്നു. പൊളിറ്റീഷ്യനും ഇദ്ദേഹം തമ്മിൽ ജഗടയാവുന്നു. അവസാനം സംഘ്വിനെ ഭഗവത് കേസരി ജയിലിൽ അടയ്ക്കുന്നു. ജയിലിൽ പോയതിൻ്റെ അഭിമാനക്ഷതം കാരണം ഹാർട്ട് അറ്റാക്ക് വന്ന് സംഘി തട്ടിപ്പോകുന്നു. ആ സംഘിയുടെ മകനാണ് ഈ രാഹുൽ സംഘ്വി. ഇത് രാഹുൽ സംഘ്വിക്കും ഭഗവത് കേസരിക്കും തമ്മിൽ പടം പകുതി ആവുന്നവരെ അറിയില്ല. ഭഗവത് കേസരിക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് രാഹുൽ സംഘ്വി തൻ്റെ കാല് ഒരു പരുവാക്കി പോയവൻ്റെ മുഖം പോലും ഓർത്തിരിക്കുക, അതൊരു നിഷ്കളങ്ക മനുഷ്യനാണ്. അപ്പോൾ ഒരു കോടീശ്വരനായ തട്ടിപ്പുകാരനുണ്ടാവുമ്പോൾ സ്വാഭാവികമായും കുറച്ച് പൊളിറ്റീഷ്യൻസും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പൊളിറ്റീഷ്യൻസിനും രാഹുൽ സംഘ്വിക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ തെളിവ് സന്ദർഭവശാൽ നമ്മുടെ ശ്രീലീലയുടെ, അതായത് ഭഗവത് കേസരി വളർത്തിക്കൊണ്ടുവരുന്ന ഈ കുട്ടിയുടെ കയ്യിലാവുന്നു. പിന്നീട് ഗുണ്ടകൾ മുഴുവൻ ഈ കുട്ടിയെ ചേസ് ചെയ്യുന്നു, പിടിച്ചുകൊണ്ട് പോകുന്നു. അവിടെ ചെന്ന് ബാലയ്യകാരു ഈ കുട്ടിയെ രക്ഷിക്കുന്നുണ്ട്. രക്ഷിക്കാൻ വേണ്ടി എന്താ ചെയ്യണമെന്നറിയോ? ഒരു ടാങ്കർ ലോറി തന്നെ, അതായത് പെട്ടെന്ന് നമുക്ക് എത്തേണ്ട ഒരു സ്ഥലമാണ്. കുട്ടിയുടെ കഴുത്തിൻ്റെ മുകളിൽ കത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ പുള്ളി ഒരു ടാങ്കർ ലോറിയിൽ ഗുറു എന്ന് പറഞ്ഞ് വരികയാണ്. പക്ഷേ ഈ ടാങ്കർ ലോറിയായിട്ട് ജമ്പ് ചെയ്ത് പോയി ഈ ഗുണ്ടകളെയൊക്കെ ഇടിച്ചു മറിച്ചിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം സെറ്റിൽ ചെയ്യുന്നുണ്ട്. അതും വിജയണ്ണൻ ചെയ്യും. പക്ഷേ വിജയണ്ണൻ ടാങ്കർ ലോറിയിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി പിടിക്കാനാണ് സാധ്യത. വിജയണ്ണൻ മിനിമം ഒരു ഫാസ്റ്റ് ബൈക്കിലല്ലേ വരുള്ളൂ. നമ്മൾ ട്രെയിലറിൽ നോക്കിക്കഴിഞ്ഞാലും അവർ ബൈക്ക് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. വിജയണ്ണൻ അറിയാം ഈ ലോറിയൊക്കെ ഓടിച്ച് ചെല്ലുമ്പോഴേക്കും മമിതേനെ അവർ പാസ്സാക്കിയിട്ടുണ്ടാവും. മാത്രമല്ല ഭഗവത് കേസരിയിൽ നമ്മുടെ ബാലയ്യകാരു ഒരു നാട്ടിൻപുറം വേഷമൊക്കെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജനനായകൻ്റെ പാട്ട് സീക്വൻസ് പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുള്ളൊരു കോസ്റ്റ്യൂം വെച്ചിട്ട്
അവിടെ ശരിയാവില്ല. എന്തായാലും തൻ്റെ വളർത്തു മകളെ രക്ഷിച്ച ശേഷം രാഹുൽ സംഘവിയോട് നിന്നെ ഞാൻ കാണിച്ചു തരോടാ, നിന്നെ ഞാൻ കൊല്ലുവിടാ എന്നൊക്കെ പറയുന്നുണ്ട്. രാഹുൽ സംഘവിയായിട്ട് നേരിട്ട് മുട്ടാനൊരു അവസരം കിട്ടുന്ന സമയത്തും അദ്ദേഹം പറയുന്നത്, അതായത് ഫ്രണ്ടിൽ ചെന്നിരിക്കുക, എനിക്ക് നിന്നെ കൊല്ലണം, കൊന്നേ പറ്റുള്ളൂ, പക്ഷേ എനിക്ക് ലീഗൽ ഫോർമാലിറ്റി ഒന്നും പറ്റില്ല, അതിനെന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ നീ എനിക്ക് പറഞ്ഞതാ എന്ന് രാഹുൽ സംഘവിയോട് ചോദിച്ചിട്ടാണ് ബാലയ്യ ഗാരു അവിടുന്ന് പോകുന്നത്. അത് വിജയണ്ണൻ എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിജയണ്ണൻ എന്തായാലും നേരിട്ട് പോയില്ല, നേരിട്ട് പോയാൽ കൊന്നിട്ടേ വിജയണ്ണൻ വിടുള്ളൂ. ബാലയ്യനെ പോലെ ഒന്നല്ല. മാത്രമല്ല ഈ ഭഗവന്ത് കേസരിയിലെ ബാലയ്യ എന്ന് പറയുന്നത് ഒരു നനഞ്ഞ ബാലയ്യയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഹൈക്കോടതി ജഡ്ജിക്ക് ഈ കഥയൊക്കെ പറഞ്ഞു കൊടുക്കണം ആ പുള്ളിയില്ലേ. ഈ പുള്ളിയുടെ മോൻ കോളേജിൽ പഠിക്കുകയാണ്. ഏത് കോളേജിൽ? ബാലയ്യയുടെ വളർത്തുമകൾ പഠിക്കുന്ന കോളേജിൽ. ആ കൊച്ചിൻ്റെ അടുത്ത് ഈ ചെക്കൻ അനാവശ്യമായി പെരുമാറും. അപ്പോൾ അവൾ പരാതി കൊടുക്കും. അങ്ങനെ ഈ ചെക്കനെ സസ്പെൻഡ് ചെയ്യാൻ പോകുന്നു എന്നറിയുമ്പോഴേക്കും അവൻ്റെ അച്ഛൻ കുറേ പോലീസുകാരും ഗൺമാനും ഒക്കെ ആയിട്ട് നേരെ കോളേജിൽ ചെന്ന് കയറും. എന്നിട്ട് നിൻ്റെ ജീവിതം തീർന്നടി എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കും. ആ വെല്ലുവിളിച്ച ആളാണ് ഈ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വെല്ലുവിളിച്ച കാര്യം അറിയുമ്പോഴേക്കും ബാലയ്യ അങ്ങേരുടെ വീട്ടിൽ കയറി ചെന്ന്, ഞാനാരാണെന്നറിയാമോ, ഞാൻ പണ്ട് കുറേ പേരെ കൊന്നിട്ടുണ്ട്, എൻ്റെ കുത്തുകൊണ്ട് അവർ മരിച്ച്, കുറേ എണ്ണത്തിനെ വെട്ടിക്കൊന്ന്, കുറേ എണ്ണത്തിനെ കുഴിച്ചിട്ടെന്നൊക്കെ പറയുന്ന പോലെ കഥ പറയുമ്പോഴേക്കും ആ പുള്ളി ഞെട്ടി വിറച്ച്, അയ്യോ എൻ്റെ മോനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. ഈ പുള്ളി ഒന്നും ചെയ്തില്ല, ജസ്റ്റ് തള്ളിയത് മാത്രമേ ഉള്ളൂ. ആ തള്ളിൽ തന്നെ ഈ പുള്ളി വീണുപോയി. കോടീശ്വരനും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വലിയ കൊണാണ്ടറും ഒക്കെയാണ്. പക്ഷേ ബാലയ്യ വന്നിരുന്ന് 3-4 പേരെ തല്ലിക്കൊന്ന കഥ പറഞ്ഞപ്പോഴേക്കും പുള്ളി ഫ്ലാറ്റ്. എന്തായാലും അന്നത്തോടുകൂടി പുള്ളിക്ക് മാനസാന്തരം വരികയും നന്മ പ്രവർത്തികളുമായി ആ കോടീശ്വരൻ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഹൈക്കോടതി ജഡ്ജിക്ക് ഈ കഥ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ തന്നെ പിന്നെയും ബാലയ്യ കുറേ വണ്ടികളൊക്കെ പൊട്ടിക്കും, കുറേ ആൾക്കാരെ കൊല്ലും, വെടിവെക്കും, കുത്തും. അങ്ങനെ മുന്നോട്ട് പോയി ഇതിൻ്റെ ഇടയ്ക്ക് ഈ പെൺകുട്ടിക്ക് പട്ടാളക്കാരി ആവാനുള്ള ഒരാഗ്രഹം, ഇതാണല്ലോ ബാലയ്യയുടെ ആഗ്രഹം. പക്ഷേ ആ പെൺകുട്ടിക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാലും ബാലയ്ക്ക് അവളോടുള്ള അദമ്യമായ സ്നേഹം കാണുമ്പോൾ അവൾ അങ്ങോട്ട് തീരുമാനിക്കുകയാണ്, എൻ്റെ വളർത്തച്ഛന് വേണ്ടി, ചെറിയച്ഛ എന്നാണ് വിളിക്കുന്നത്, അപകടം വരുമ്പോൾ മാത്രം അച്ഛാന്ന് വിളിക്കും, അപ്പോൾ ഈ ചെറിയച്ഛന് വേണ്ടി ഞാൻ പട്ടാളക്കാരിയാകാം എന്ന് തീരുമാനിക്കുന്നു. അവരൊരു കോച്ചിങ് കൊടുക്കുന്ന ആളുടെ അടുത്ത്, അതായത് പട്ടാളത്തിൽ സെലക്ഷന് വേണ്ടിയുള്ള കോച്ചിങ് കൊടുക്കുന്ന ആളുടെ അടുത്ത് ചെല്ലും. അപ്പോൾ അദ്ദേഹം പറയും, പെൺകുട്ടികൾ കഞ്ഞിയും കറിയും വെച്ച് വീട്ടിലിരിക്കേണ്ടവരാണ്, ബ്യൂട്ടി മാത്രമാണ് അവർക്ക് വിധിച്ചിട്ടുള്ളത്, പട്ടാളം അവർക്ക് പറ്റൂല, അവർ സ്ട്രോങ് അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവളെ തളർത്താൻ നോക്കും. ആ സമയത്ത് ബാലയ്യ ഗാരു ഇതിൻ്റെ ഇടയിൽ കയറി നിന്നിട്ട് അവിടെയുള്ള ആണുങ്ങളൊന്നും പോരാ എന്ന് പറയുന്ന ഒരു കാര്യം തെളിയിക്കും. ഇവനൊക്കെ ബോർഡറിൽ പോയിട്ട് എന്ത് കാണിക്കാനാ എന്ന് പറഞ്ഞാൽ അവരെ പുച്ഛിക്കും. അങ്ങനെ പുച്ഛിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടിയെ ഓട്ടോറിക്ഷക്കാരൻ മുട്ടായി കൊടുത്ത് ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം ബാലയ്യ ഗാരു, ഈ പട്ടാളത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആളുകളൊക്കെ നിൽക്കുന്ന സമയത്താണ് ഈ കാര്യം അറിയുന്നത്. അപ്പോൾ ആ കുട്ടിയോട് ചോദിക്കും, ഓട്ടോറിക്ഷക്കാരൻ നിന്നോട് ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നീ എന്താ റിയാക്ട് ചെയ്യാതിരുന്നതെന്ന് ചോദിക്കും. ഗുഡ് ടച്ചും ബാഡ് ടച്ചും അവളുടെ വീട്ടിലാരോ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ല. പുള്ളി നേരെ അവളുടെ സ്കൂളിലേക്ക് ചെന്നിട്ട് പ്രിൻസിപ്പളിനോട് മാറിയിക്കാൻ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്താണ് എന്ന് പറയുന്ന കാര്യം പറഞ്ഞു കൊടുക്കും. ബാലയെ പോലൊരു താരം ചെയ്തത് അടിപൊളിയായിരുന്നു. പക്ഷേ വിജയ് എങ്ങനെ ഇത് ചെയ്യും എന്നുള്ളത് അതെനിക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം ഭഗവന്ത് കേസരിയിൽ വളരെ അബ്രപ്റ്റായിട്ട് കയറി വന്ന, അങ്ങനെയാണ് എനിക്ക് ആ സീക്വൻസ് ഫീൽ ചെയ്തത്. മാത്രമല്ല പുള്ളി ഈ കാര്യം പറയുന്നത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ ഇപ്പോൾ വിജയണ്ണം വന്ന് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വോട്ടിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി എന്തുകൊണ്ട് ചൂസ് ചെയ്യണം എന്നുള്ളതായിരിക്കും പറയാം. ഇനി അതും അല്ലെങ്കിൽ ഇത്രയും കാലം ഭരിച്ചവർക്കൊന്നും അല്ല പുതിയ ആളുകൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യം അങ്ങനെ എന്തെങ്കിലും പറയില്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്ക് അതാണ് ഉപകാരപ്പെടാൻ സാധ്യതയുള്ളത്. പക്ഷേ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കും നാട്ടുകാർക്കും ഒക്കെ വളരെയധികം ഉപകാരം ഉണ്ടാകുന്ന കാര്യം. ഇവരെ പോലെയുള്ള താരങ്ങളൊക്കെ ഇത് പറയുമ്പോഴാണ് കുറേ ആൾക്കാരിലേക്ക് ഇത് എത്തുക. അന്ന് ആ സീക്വൻസ് തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ബാലയ്യയോട് ഒരു പ്രത്യേക സ്നേഹം കൂടുതൽ തോന്നി. പിന്നെയും ബാലയ്യ ഇറങ്ങി നടക്കുന്നു, വെടിവെക്കുന്നു, കുത്തുകൊള്ളുന്നു, കുറേ പേര് മരിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിപ്പെടുത്തുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കാർത്തിയായനിയെ നമ്മുടെ വില്ലൻ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആരാണ് സൂപ്പർ, ആരാണ് മാസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ കാർത്തിയായനി ഒരു സംശയമില്ലാതെ തോക്കുമുനകളൊക്കെ ചുറ്റും നിൽക്കുന്ന സമയത്തും എൻ്റെ ഭഗവന്തണ്ണനാണ് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. അതിനുള്ള കാരണവും പുള്ളിക്കാരി അവതരിപ്പിക്കുന്നുണ്ട്. ആ തള്ളും വളരെ രസമാണ് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും കൊല്ലാൻ വിളിപ്പിച്ച വില്ലൻ്റെ അടുത്ത് നായകനെ കുറിച്ച് ഒരുപാട് തള്ളി അവൻ്റെ മനോവീര്യം കെടുത്തി അവനൊരു പൂവും കൊടുത്ത് റെസ്റ്റ് ഇൻ പീസും ഓഫർ ചെയ്തിട്ടാണ് പുള്ളിക്കാരി അവിടുന്ന് സ്റ്റൈലായിട്ട് ഇറങ്ങിപ്പോരുന്നത്. പൂജ ഹെഗ്ഡെയാണ്, നന്നായിട്ടൊക്കെ ചെയ്യുമായിരിക്കും. പിന്നെ ഇതിൻ്റെ ഇടയിൽ പൊളിറ്റീഷ്യൻസും കാര്യങ്ങളൊക്കെ ഇടപെട്ട് ഭഗവന്ത് കേസരിയുമായിട്ട് അവരൊരു ഡീൽ ഉണ്ടാക്കും. ഭഗവന്ത് കേസരിക്ക് രാഹുൽ സംഘവിയെ ഒന്ന് കൊന്നാൽ മതി. പൊളിറ്റീഷ്യൻസിനാണെങ്കിൽ രാഹുൽ സംഘവിയുമായി ചേർന്നുണ്ടാക്കിയ കരാറിൻ്റെ ഭാഗമായുള്ള തെളിവുകൾ കാരണം അവർ ലോക്കാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ കേസരി മാമൻ പറയും, എനിക്ക് അവനെ കൊന്നാൽ മതി, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നേർക്ക് നേർ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരുക്കി തരൂ. നിയമവും മറ്റു കാര്യങ്ങളും ഒന്നും വേണ്ട, ഞങ്ങളങ്ങ് തല്ലി തീർത്തോളാം. ഞാൻ മരിച്ചാലും അവൻ മരിച്ചാലും നിങ്ങൾക്ക് ഡബിൾ ബോണസാണ്. രാഷ്ട്രീയക്കാരെ ആലോചിച്ച് നോക്കുമ്പോൾ അതാണല്ലോ അടിപൊളിയും തോന്നും. അങ്ങനെ ഭഗവന്ത് കേസരിക്കും രാഹുൽ സംഘവിക്കും ഒരുമിച്ച് ചേരാൻ വേണ്ടിയുള്ള ഒരു അവസരം ഒരു ഫാം ഹൗസിൽ ഇവർ ഒരുക്കി കൊടുക്കും. പക്ഷേ അങ്ങോട്ടേക്ക് രാഹുൽ സംഘവിയുമായി സംഗമിക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ ഭഗവന്ത് കേസരി അണ്ണൻ തൻ്റെ വളർത്തുമകളായ ശ്രീലീലയും കൊണ്ടാണ് പോകുന്നത്.
നമ്മൾ ആദ്യം വിചാരിക്കും ഇങ്ങനെന്താ വല്ല ഭക്ഷണം കഴിക്കാൻ ബുഫേ പാർട്ടിക്ക് പോകുന്നു, ഈ വളർത്തുമകളെയൊക്കെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞാണല്ലോ പോകുന്നത്. ആക്ച്വലി പുള്ളി പോകുന്നതിൻ്റെ ഉദ്ദേശം പുള്ളിക്ക് കുറേ തല്ല് കിട്ടും. അങ്ങനെ പുള്ളി മരിച്ചില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ ഈ കുട്ടിയുടെ ആങ്സൈറ്റി ഒക്കെ മാറും. അതായത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൊണ്ട് ഇട്ടാൽ മതി, അപ്പം തന്നെ ശരിയാവും എന്നൊക്കെ പറയുന്ന പോലത്തെ പഴയ ആ ടെക്നിക്ക് ഉണ്ടല്ലോ. ആ ടെക്നിക്ക് ഞാനൊരു സൈക്കോളജിസ്റ്റാണ് കേട്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാർത്തിയായനെയാണ് ഇദ്ദേഹത്തിന് ഉപദേശിക്കുന്നത്. ശരിക്കുള്ള ഒരു കഥയായിരുന്നെങ്കിൽ ഈ ഉപദേശം കേൾക്കുന്ന വഴി ഭഗവൻ കേസരി പടമായി പോയേനെ. പിന്നെ ഇതൊരു പടമാണല്ലോ എന്നുള്ളത് കൊണ്ട് എന്തായാലും കുറേ ഇടി ഭഗവൻ കേസരി ആദ്യം നിന്ന് കൊള്ളും, പിന്നെ കിടന്നു കൊള്ളും. അതൊക്കെ കണ്ട് മനം അടുത്തിട്ട് മനസ്സ് സഹിക്കാൻ പറ്റാണ്ടാവുമ്പോഴേക്കും നമ്മുടെ വളർത്തുമകൾ തിരിച്ചിടിക്കാൻ തുടങ്ങും. അങ്ങനെ അവളുടെ കുറേ ഇടി, സ്ത്രീ ശാക്തീകരണമാണ് ഇതിൻ്റെ ഒരു മെയിൻ പരിപാടി. അങ്ങനെ പൊരിഞ്ഞ ഇടി നടന്ന അവസാനം വില്ലനെയും കൊന്നിട്ട് ഇവർ തിരിച്ചിറങ്ങി വരും. ഈ പെൺകുട്ടിക്ക് പിന്നീട് പട്ടാളത്തിൽ അവസരം കിട്ടും. പട്ടാളക്കാരിയായി മാറിയിട്ടുള്ള വളർത്തുമകളോടൊപ്പം ഭഗവൻ കേസരി അണ്ണൻ ഒരു പാർക്കിലിരിക്കുന്നു. അങ്ങനെ ഈ കഥ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ, ഈ കഥ വേറൊരു ടീമിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അങ്ങനെ നമ്മുടെ ഹൈക്കോടതി ജഡ്ജിയും ഫാമിലിയും ഈ കഥ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ അവർക്ക് മനസ്സിൽ ഊർജ്ജം വരും. അവരെ കൊല്ലാൻ വരുന്ന ആളുകളെ ആ വീട്ടിലെ കൊച്ചു അടക്കം എല്ലാവരും ബാലയ്യയുടെ പഞ്ച് ഡയലോഗ് പറഞ്ഞ് എടുത്തിട്ടിരിക്കും. ഇതിനകത്ത് വളർത്തുമകൾക്ക് വേണ്ടി ഇടികൊള്ളുന്ന ആ സീക്വൻസ് ഒക്കെ വിജയണ്ണൻ ഗംഭീരമായിട്ട് ചെയ്യും. ഇടികൊണ്ട് വീഴുന്നു, അദ്ദേഹത്തിൻ്റെ കണ്ണീരിങ്ങനെ വാരുന്നു, കണ്ണീർ വാർക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ സീക്വൻസും പിന്നെ അതിൻ്റെ നല്ല കാട്ടാക്കിയ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് അവരത് മാക്സിമത്തിലിട്ട് പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഫാമിലി ഓഡിയൻസിന് ഒരുപാട് കരയാനുള്ള രംഗങ്ങളൊക്കെ ചേർന്നിട്ടായിരിക്കും. പക്ഷേ ഇതിനകത്ത് ബാലയ്യകാർ ഉപയോഗിച്ചിട്ടുള്ള ചില ആയുധങ്ങൾ അത് തെലുങ്ക് സിനിമകൾക്ക് വേണ്ടി മാത്രമായി ദൈവം സൃഷ്ടിച്ചിട്ടുള്ള ആയുധങ്ങളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യൻ എങ്ങനെ ഇങ്ങനെയൊക്കെ ആലോചിക്കുക, തെക്കോട്ടും വടക്കോട്ടും പോകുന്ന കുറേ കമ്പികളൊക്കെ വിളക്കി ചേർത്തുകൊണ്ടുള്ള ആയുധങ്ങൾ, അതുപോലെ റിയൽ ലൈഫിൽ നിരങ്ങി പോകുന്ന വണ്ടിയുമായിട്ട് ചേസ് ചെയ്യുന്ന ഇറങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ബ്രോ ഐ ഡോണ്ട് കെയർ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ജനനായകനിൽ വിജയണ്ണൻ്റെ പഞ്ച് ഡയലോഗ് എന്തായിരിക്കും? സത്യമായും എനിക്ക് വിജയണ്ണനെ കുറച്ച് കാണണമെന്നില്ല, ബാലയെ കുറച്ച് കാണണമെന്നില്ല, ഒരു മിസ്സിങ് ഫാക്ടർ ഫീൽ ചെയ്തു. എന്നാൽ ഒന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചു. കാണുന്ന സമയത്തൊക്കെ ഞാൻ ആലോചിച്ചത് ഇതായിരിക്കുമോ വിജയണ്ണൻ ചെയ്യുക, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഇതിങ്ങനെ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ ഓൾറെഡി റിലീസായിരിക്കുന്ന ട്രെയിലർ വെച്ചുകൊണ്ട് നമുക്ക് ചില ധാരണകളൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ആണല്ലോ വരിക എന്നുള്ളത്. ആ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ചേർത്തിട്ട് നമുക്കൊരു രസത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിനൊരു രസമായിട്ട് കാണും എന്നാണ് വിചാരിക്കുന്നത്. ആൻഡ് ജനനായകൻ എത്രയും പെട്ടെന്ന് തിയേറ്ററിലേക്ക് വരട്ടെ, അതൊരു വിജയ ചിത്രമായിട്ട് മാറട്ടെ. എന്തായാലും അവർ ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ചേഞ്ചസും കൂടി വന്ന് അതും കൂടി റിഫ്ലക്റ്റ് ചെയ്തൊരു ഗംഭീര പരിപാടിയായിട്ട് മാറട്ടെ എന്നുള്ള ആശംസകളോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഭഗവൻ കേസരി കാണണമെന്ന് തോന്നുകയാണെങ്കിൽ പ്രൈമിൽ കണ്ടാൽ മലയാളത്തിൽ കാണാൻ പറ്റുമെന്ന് പറയുന്നൊരു പ്രത്യേകതയുണ്ട്. പിന്നെ ബാലയ്യയുടെ ഡയലോഗിന് പഞ്ച് പോരാൻ തോന്നിക്കഴിഞ്ഞാൽ അത് തെലുങ്കിലേക്ക് മാറ്റിയിട്ട്, ലാംഗ്വേജ് തെലുങ്കിലേക്ക് മാറ്റിയിട്ട് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ആ ടെറർ സാരം നമുക്ക് ഫീൽ ചെയ്യും എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.